കോമഡി സിനിമകളിൽ മലയാള സിനിമാ പ്രേമികൾ എന്നും നെഞ്ചിലേറ്റി ചിത്രങ്ങളുണ്ടായിരുന്നു CID മൂസ എന്ന് പറയുന്ന സിനിമ. ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് 2003 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു CID മൂസ. ജോണി ആന്റണി സംവിധാനം നിർവഹിച്ച ഈ ഒരു സിനിമയ്ക്കായിട്ട് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്തുവരാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമയിൽ എക്കാലത്തെയും വലിയ കോമഡി ബ്ലോക്ക് ബസ്റ്ററുകൾ ഒന്നാണ് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരവേ കാണത്തുള്ളൂ, CID മൂസ എന്നായിരിക്കും. നിരവധി ചിത്രങ്ങളുടെ രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ ഇപ്പോഴത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ റീ റിലീസ് ആയിട്ടോ അല്ലെങ്കിൽ CID മൂസയുടെ രണ്ടാം വരവായിട്ടോ വരാത്ത സിനിമാ പ്രേമികൾക്കും പ്രത്യേകിച്ച് ദിലീപ് ആരാധകർക്കും വലിയ നിരാശയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വമ്പൻ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് സംവിധായകൻ ജോണി ആന്റണി. 2027 CID മൂസ 2 തിയേറ്ററിലോട്ട് എത്തുമെന്നാണ് കേട്ടതെന്നാണ് സ്വകാര്യ ചടങ്ങിൽ വെച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ചിത്രങ്ങളെപ്പറ്റി സംസാരിക്കുന്ന വഴിയാണ് CID മൂസ രണ്ടാം ഭാഗം അടുത്ത വർഷം പുറത്തിറങ്ങുമെന്ന് ജോണി ആന്റണി പറഞ്ഞത്. ഒറ്റക്കൊമ്പൻ, പള്ളിച്ചട്ടമ്പി, ഡെർബി തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിനും മുകളിൽ 2027 CID മൂസ വരും എന്നാണ് ജോണി ആന്റണി പറയുന്നത്. ജോണി ആന്റണി ഒരുക്കിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്ന ഉദയകൃഷ്ണ, CBK തോമസ് കൂട്ടുകെട്ടായിരുന്നു. എന്നാൽ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച പലരും ഇന്നില്ല. കൊച്ചിൻ ഖനീഫയും ജഗതിയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ക്യാപ്റ്റൻ രാജു ഒന്നുമില്ലാത്ത എന്ത് CID മൂസ എന്നാണ് ഒരു ഭൂരിപക്ഷം പ്രേക്ഷകർ ചോദിക്കുന്നത്. ജഗതി ശ്രീകുമാറിന്റെ പകരക്കാരനായിട്ട് ആര് വരും എന്നതും ഏറ്റവും വലിയ സംശയമാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. പുതിയ കാലഘട്ടത്തിൽ പുതിയ കഥയുമായിട്ട് CID മൂസ വരുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണ് CID മൂസ 2-നായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.